മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ കാറ് അങ്ങോട്ട് വരുന്നു. ആ സമയത്ത് പട്ടികളെയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. നിറച്ച് പട്ടികൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങി സിറ്റൗട്ടിലും അവിടെ ഇവിടെയൊക്കെ നല്ല വില കൂടിയ തരം പട്ടികളൊക്കെ തന്നെയാണ്. അങ്ങനെ എല്ലാ പട്ടികളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ്റെ മുഖം കാണിക്കുന്നില്ല. സ്റ്റാലി മദ്യപിക്കാനിരിക്കുന്നു. അപ്പോൾ സ്മോൾ എടുത്തൊഴിക്കുന്നതും അങ്ങനെയുള്ളൊരു ഭാഗങ്ങളൊക്കെ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രനൊക്കെ ഗേറ്റ് കടന്നു കാറ് വരും. സിറ്റൗട്ടിൽ വന്ന് നിൽക്കും. ബാലചന്ദ്രൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് രണ്ട് പട്ടികൾ വീടിൻ്റെ കാവലായിട്ട് നിൽക്കുന്നത് കണ്ടാൽ പേടിയാവും. അങ്ങനെ ബാലചന്ദ്രൻ തോണ്ടിക്കൊണ്ട് നമ്മുടെ ഗോവർദ്ധന് കാണിച്ചു കൊടുക്കുക കാഴ്ച. ഗോവർദ്ധന മൊത്തത്തിൽ ഗ്യാസ് പോയിരിക്കുന്നു. ഭയങ്കര പേടിച്ച് വിറച്ചിരിക്കുന്നു. എന്താടോ തനിക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, ബാലേട്ടൻ കൂടെ ഉള്ളപ്പോൾ ഞാനെന്തിനു പേടിക്കണേന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും ഗോവർദ്ധന് നല്ല ഭയമുണ്ടെന്ന് മനസ്സിലാവണം. അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങണ്. ഗോവർദ്ധനും പതുക്കനെ ഇറങ്ങും. പക്ഷേ പട്ടി ഒരു സൗണ്ടോടുകൂടി ഒന്ന് കുറച്ചപ്പോഴത്തേക്കും ഗോവർദ്ധനം വേഗം കയറി കാറിലിരിക്കും. അങ്ങനെ ഒരു 5 മിനിറ്റ് ബാലചന്ദ്രൻ അകത്തേക്ക് പോകണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജോലിക്കാരൻ വരും. ആരാന്ന് ചോദിക്കും. പറയും ഞാൻ ഇതല്ലേ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്, അദ്ദേഹം ഇവിടെ ഉണ്ടോ? അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഗേറ്റ് അടച്ചിടൂല, ഗേറ്റ് തുറന്നിടും. അദ്ദേഹം ഇല്ലെങ്കിലേ ഞങ്ങൾ ഗേറ്റ് അടയ്ക്കാന്ന് പറയും. അതെ, എനിക്കൊന്ന് കാണണമല്ലോ, ആരോ എന്നൊന്ന് പറയണമെന്ന് പറയും. പാലായിലുള്ളൊരു ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ മതി, ബാലചന്ദ്രൻ എന്ന് പറയും. അങ്ങനെ അയാൾ അകത്തേക്ക് പോകും. അയാൾ പോകുമ്പോൾ പട്ടികളെ പേരും വിളിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പട്ടികളും അകത്തേക്ക് പോകും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അയാൾ വരും. അയാൾ വരുമ്പോൾ അകത്തേക്ക് വരാൻ പറഞ്ഞെന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് പോകും. ഗോവർദ്ധനോട് അവിടെ തന്നെ ഇരിക്കാൻ പറയും. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ സ്റ്റാൻലി വരുന്നുണ്ട്. സ്റ്റാൻലി വന്ന് കസേരയിലിരുന്ന് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. തോക്ക് ടേബിളിൽ വെച്ചിട്ടുണ്ട്. മദ്യപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ എന്തായാലും സ്റ്റാലി ബാലചന്ദ്രൻ ഷെയ്ക്കൻ്റെ കൊടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ 5 മിനിറ്റ് ആലോചിക്കും ഷെയ്ക്കൻ്റെ വേണോ കൊടുക്കണോ എന്നൊക്കെ. പിന്നീട് കൊടുക്കും. എന്തായാലും അതിന് ശേഷം പറയും ആരാ ഇരിക്കാൻ പറയും. അപ്പോൾ അയാൾ ഇരിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും എനിക്ക് അതിശയമാവണതേ ഈ പട്ടികളെ കണ്ടപ്പോൾ. എനിക്കൊരു മോളുണ്ട്, അവൾക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചാവാലി പട്ടികൾ വരെയും അവളോട് വർത്താനം പറയും. എവിടെ പോകണമെന്ന് ചോദിക്കും. അവൾ അതേ അർത്ഥത്തിൽ തന്നെ മറുപടിയും പറയും. ഷോപ്പിൽ പോകണു, നീ പോരുന്നുണ്ടോയെന്നൊക്കെ. ഒരിക്കൽ മുറിവേറ്റിയ ജീവൻ പോകുന്ന അവസ്ഥയിൽ കിടന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ നായക്കുട്ടീനെ വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ യജമാനായ ഡോക്ടറെ വിളിച്ചിട്ടാണ് ജീവൻ രക്ഷിച്ചത്. അപ്പോൾ സ്റ്റാലി പറയും യജമാനല്ല, സുഹൃത്ത്, അതുകൊണ്ടാണ് സുഹൃത്തിനെ പോയി വിളിച്ചത്. മിസ്റ്റർ ബാലചന്ദ്രൻ, പട്ടികൾ മനുഷ്യരെക്കാളും നന്ദിയുള്ള വർഗ്ഗമാണ്. ഞാനതുകൊണ്ടാണ് അവരെ വളർത്തുന്നത്. നിങ്ങൾ പട്ടീനെ വിൽക്കാൻ വന്നതാണോ? ഞാൻ കൊടുക്കില്ല, വാങ്ങുള്ളൂ എന്ന് പറയും. എല്ലാം കൂടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. ശരി, എന്താ നിങ്ങൾ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിക്കും. പാലായിൽ നിന്ന് വരുന്നതെന്ന് പറയും. പാലായിൽ എനിക്ക് പരിചയമുള്ള ആരുമില്ലല്ലോ, ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കും. ഞാൻ നിങ്ങളുടെ തറവാട്ടിൽ പോയിരുന്നു, കുട്ടി ചായനാണ് പറഞ്ഞത് നിങ്ങളിവിടെ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ പാലായിൽ നിങ്ങൾക്ക് എന്താ, അവിടെയൊക്കെ റബ്ബറല്ലേ, റബ്ബറാണോ എന്ന് ചോദിക്കും. അല്ല, എനിക്ക് ഷോപ്പ് ബിസിനസ്സാണ്, ജ്വല്ലറി, ഹാർഡ്വെയർസ്, പിന്നെ ടെക്സ്റ്റൈൽസ് അങ്ങനെയെന്ന് പറയുമ്പോൾ ബെസ്റ്റ് എന്ന് പറയും. പറയൂ, ഞാൻ എന്നെ നിങ്ങളെങ്ങനെ അറിയാമെന്ന് ചോദിക്കും. അതൊരു കഥയാണ്, കുറച്ച് പറയാനുണ്ടെന്ന് പറയും. ദൈവത്തെ ഓർത്ത് നിങ്ങൾ കുറച്ച് നേരം മദ്യപിക്കാണ്ടിരിക്കുമെന്ന് ചോദിക്കും. അപ്പം പറയും ഇല്ല മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങളെ ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയാൽ പോലും കയ്യിൽ മദ്യം ഉണ്ടെങ്കിൽ എനിക്കതൊരു പ്രശ്നമില്ല എന്ന് പറയും. അങ്ങനെ അയാളത് കുടിക്കും. ബാലചന്ദ്രൻ മനസ്സിലായി അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറയുമെന്ന് പറയും. അപ്പോൾ 24 വർഷങ്ങൾക്ക് മുന്നുള്ളൊരു കഥയെന്ന് പറയും. അന്ന് നിങ്ങൾ ആഗ്രയിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് ചോദിക്കും. ആഗ്രയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു എന്ന് പറയും. അന്ന് അപ്പം ഇങ്ങനെ ചോദിക്കുന്നേ, ഗംഗാധർ ഇപ്പോഴത്തെ റിട്ടയർ കേണൽ, അതായത് ഗംഗാധരനെ അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ അറിയാം, അതെൻ്റെ മാനേജറായിരുന്നു, എൻ്റെ ബോസായിരുന്നു എന്ന് പറയും. അപ്പോൾ അയാളും നിങ്ങളും ഇപ്പം എന്നോട് ഈ പറയുന്ന കഥയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കും. അതൊക്കെ ബന്ധമുണ്ട്, കുറച്ച് ബാക്കിലേക്ക് പോകണം. അല്ലെങ്കിൽ അയാളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കും. അതും ഒരു ബന്ധമുണ്ട്, അത് പറയാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. നിങ്ങളന്ന് അയാളുടെ സഹോദരിയായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അയാളുടെ മുഖം അങ്ങനെ ചൊളിഞ്ഞു. നിങ്ങളോട് ആര് പറഞ്ഞത് എന്ന് ചോദിക്കും. സത്യമാണെന്ന് പറഞ്ഞാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നാലെ പറയാമെന്ന് പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട് എന്ന് പറയും. ഞാൻ അയാളുടെ മുഖമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോന്ന് തുടുക്കണം. അപ്പോൾ അയാളുടെ പഴയ കാര്യങ്ങൾ, അതൊക്കെ എൻ്റെ പേഴ്സണലായ കാര്യങ്ങളാണ്, അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയും.
പറയണം മിസ്റ്റർ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളെ പാലായിൽ നിന്നൊരുത്തൻ ഇത്രയും വഴി കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാലോ എന്ന് പറയും. അപ്പം അയാളിങ്ങനെ ഒരു മറുപടിയും പറയില്ല. ഒക്കെ പോട്ടെ, ആ പെൺകുട്ടിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും അയാളൊന്നും മിണ്ടില്ല. കണ്ടിങ്ങനെ തുറപ്പിച്ച് ഇങ്ങനെ നോക്കണം ബാലചന്ദ്രനെ. വ്യക്തമായി പറഞ്ഞാൽ കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോൻ്റെ മകൾ വൈജയന്തി എന്ന് പറയും. അത് കേട്ടോടുകൂടി ഇങ്ങനെ സ്റ്റാൻലി ആകെ ഞെട്ടി പകച്ച് നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പക്ഷേ പ്രേമോ ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല. എന്തായാലും നാളെ നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയായിരിക്കും. എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടിയാണല്ലോ ബാലചന്ദ്രൻ വന്നത്. സത്യങ്ങളൊക്കെ പറഞ്ഞ് അലീനനെ സ്റ്റാലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് വരുന്നത്. എന്ത് തന്നെ ആയാലും അത് നടക്കുക തന്നെ ചെയ്യും. കാരണം ഇനി മുതൽ അലീന സ്വന്തം അച്ഛൻ്റെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത്. അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ വീട്ടിൽ ആ നായ്ക്കളുടെ കൂടെ, ആ ജോലിക്കാരുടെ കൂടെയൊക്കെ ഇനി അലീനയുടെ ജീവിതം ഇനി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ബാലചന്ദ്രൻ വന്ന കാര്യം പകുതിയായി. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന സ്റ്റാൻലി കണ്ടു. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്റ്റാൻലിനെ കണ്ടപ്പോൾ ഒരു ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.